കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഈ അടുത്ത് നടന്ന UAE ഒരു പബ്ലിക്കുമായി ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കമൻസ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്നിരുന്നു. ആ കമൻസിലുള്ള ഒരു റിയാക്ഷനാണ് ഈ വീഡിയോയിലും. നമുക്ക് ചില കമൻസിലേക്കൊന്ന് പോയി നോക്കാം. ചില കമൻറ്റുകൾ പ്രധാനമായിട്ടും നമ്മൾ അന്ന് പ്രധാനമായും ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ പരീക്ഷണം എന്നുള്ളത്. ദൈവം മനുഷ്യനെ പരീക്ഷിക്കുകയാണ്, സ്വർഗ്ഗനരകങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു 2-3 കമൻറ്റുകൾ, ഒരേപോലെയുള്ള ഒരുപാട് കമൻറ്റുകൾ വന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടികൾ മരണപ്പെടുക എന്നുള്ളത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ വന്നിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് എന്ത് പരീക്ഷണം, പിഞ്ചു കുഞ്ഞ്, എന്താണെന്ന് അറിയാത്ത കുഞ്ഞ്, അത്തരത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് എന്ത് പരീക്ഷണത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത് എല്ലാം അറിയുന്ന പടച്ചവന് പരീക്ഷിച്ചിട്ട് വേണം അറിയാൻ എന്നുള്ള കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ ചില കമൻറ്റുകൾ എന്താ വെച്ചാൽ ചിലർക്ക് ദുഃഖം, അത് നമ്മൾ അവിടെയും വന്നൊരു ചോദ്യം തന്നെ ആയിരുന്നു, എന്നാലും ഒരുപാട് കമൻറ്റുകൾ വന്നൊരു ചിലർക്ക് ദുഃഖം, അതുപോലെ തന്നെ ചിലർക്ക് സുഖം. അപ്പോൾ ഈ ദുഃഖമുള്ളവർക്കാണല്ലോ പരീക്ഷണം, അപ്പോൾ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് പരീക്ഷണം, മറ്റൊരു പരീക്ഷിക്കണ്ടേ എന്ന രൂപത്തിലുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് കുട്ടികൾക്ക് എന്ത് പരീക്ഷണം എന്നുള്ളതാണ്. സമതിൻ്റെ വീഡിയോ ഒക്കെ ആണ് അത് കൂടുതലും വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് പരീക്ഷണം എന്ന് ശരിക്കും പറഞ്ഞിട്ടില്ല. ആക്ച്വലി നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ അവിടെ തന്നെ പറയുന്നുണ്ട്, കുട്ടികളെ പരീക്ഷണം ചെയ്യുക, അവിടെ എന്താ പറയുക ഒരു വിലയിരുത്തൽ സംഭവിക്കുക, ജഡ്ജ്മെൻറ്റ് അങ്ങനെയൊന്നും കുട്ടികൾക്കില്ല. കുട്ടിയാണെങ്കിൽ അത് ബുദ്ധി ഉറക്കാത്ത പ്രായത്തിലാണ് അവർ മരണപ്പെടുന്നതെങ്കിൽ, അഡൾട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പറയുന്നത് അവർ സ്വർഗത്തിലേക്കാണ് നേരെ പോകുന്നത് എന്നുള്ളതാണ്. ഇനി കുട്ടികളുടെ മരണം പരീക്ഷണമാണ്. അത് ആർക്കാണ് പരീക്ഷണം? ആ കുട്ടികളോട് ഒരുപാട് സ്നേഹമുള്ള, ആ കുട്ടികളോട് ഒരുപാട് എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉള്ള ഉമ്മക്കും ഉപ്പക്കും കുടുംബക്കാർക്ക് പരീക്ഷണമാണ് ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഇപ്പോൾ കുട്ടിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്രായേലിലും അതേപോലെ തന്നെ സുഡാനിലൊക്കെ കൊല്ലപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആളുണ്ടെങ്കിൽ ആ ആൾ കുട്ടിയെ ബോധപൂർവം കൊല്ലുന്നതാണെങ്കിൽ ആ ആൾക്കും അത് പരീക്ഷണമാണ്. ആ ആൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു, ആ കുട്ടിയെ കൊല്ലുന്നുള്ള പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. ഇനി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടി മരണപ്പെട്ടതിന് ശേഷം ജീവിക്കുന്ന ചുരുൾമലയിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ തന്നെ ഫലസ്തീനിലാണെങ്കിലും സുഡാനിലാണെങ്കിലും കുട്ടിയുടെ ഒരുപാട് ഉറ്റ ബന്ധുക്കളാണെങ്കിലും മറ്റൊക്കെ ഉണ്ടാവും. ഈ ആളുകൾക്ക് ഇത് പരീക്ഷണമാണ്. അവരെങ്ങനെയാണ് പരീക്ഷണത്തിൽ വിജയിക്കുന്നത്? ബഷീർ സ്വാബിരീൻ നമ്മൾ അവിടെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ പരീക്ഷണത്തിൽ വിജയം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരുപാട് പരീക്ഷണങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം പറയുന്നു, ഈ പരീക്ഷണം അനുഭവിക്കുന്ന ആളുകളുടെ വിജയം സംഭവിക്കുന്നത് അവർ സൊബർ അല്ലെങ്കിൽ ക്ഷമയുള്ള ആളുകളായിട്ട് മാറുമ്പോഴാണ്. അവർക്ക് സന്തോഷ വാർത്തയാണ് ലഭിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ പോലത്തെ ഒരു പരീക്ഷണം എന്നുള്ളത്. ഇതിൽ മൂന്നാമത്തെ കമൻറ്റും ഇതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. ചിലർക്ക് മാത്രം ദുഃഖം, അവർക്ക് പരീക്ഷണമുണ്ട്, സുഖമുള്ളവർക്ക് പരീക്ഷണം ഇല്ലല്ലോ എന്നുള്ളത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി പരീക്ഷണത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെയാണ് കമൻറ്റ് ഇടുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നത് വീഡിയോ കാണാതെയുള്ള കമൻറ്റുകളാവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് പരീക്ഷണം എന്ന് കേൾക്കുമ്പോഴേക്ക് ഓൾറെഡി അവിടുന്ന് ഇവിടുന്ന് കേട്ട കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും പരീക്ഷണമാണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ പട്ടിണിയെക്കുറിച്ചൊക്കെയാണ് അന്ന് ചർച്ചയ്ക്ക് വന്നത്. എനിക്ക് പട്ടിണിയുണ്ട്, പട്ടിണി ഉണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണ്. കാരണം പട്ടിണി എന്ന് പറയുന്ന അവസ്ഥയെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ക്ഷമിക്കുന്നുണ്ടോ, അതല്ല ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും തെറ്റുകളിലേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ പടച്ചവനെ കുറ്റം പറഞ്ഞ് കുത്തിരിക്കുകയാണോ, ഇങ്ങനെയുള്ള പല റിയാക്ഷൻസ് പോസിബിളാണ്. എനിക്ക് പട്ടിണി ഉണ്ടെങ്കിൽ അതിനോട് പല റിയാക്ഷൻസ് പോസിബിളാണ്. ഇതിൽ ചില റിയാക്ഷൻസ് നല്ലതാണ്, ചില റിയാക്ഷൻസ് മോശമാണ്. ആ നല്ല റിയാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നന്ദിയുള്ളവനായി എനിക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ, ഇതാണ് അവിടെയുള്ള പരീക്ഷണം. ഇനി എനിക്ക് നല്ല സുഭിക്ഷമായ രൂപത്തിലുള്ളൊരു ജീവിത സാഹചര്യമുണ്ട്, എനിക്ക് നല്ല സമ്പത്തുണ്ട്, എനിക്ക് പട്ടിണി ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്, ഇറ്റ്സ് ഓൾസോ ഒരു പരീക്ഷണമാണ്. അതും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം എന്താണ്? അങ്ങനെയുള്ള എനിക്ക് ചുറ്റിലുമുള്ള ആളുകൾ പട്ടിണി കിടക്കുമ്പോഴും എനിക്ക് പട്ടിണി ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ സമ്പത്തുള്ള അവസ്ഥ അതിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ മതിമറന്ന് ജീവിക്കുകയാണോ, അതല്ല മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ ശ്രമിക്കുകയാണോ, അതല്ല ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമ്പത്തുള്ള അവസ്ഥ എന്നുള്ളതിനും ഒരുപാട് വഴികളുണ്ട് അതിനോട് റിയാക്ട് ചെയ്യാൻ. അതിൽ നല്ല പടച്ചവൻ നമുക്ക് അവസ്ഥകൾ നൽകുന്നു, അതിൽ പ്രയാസങ്ങളുണ്ട്, സുഖങ്ങളുണ്ട്. ഈ അവസ്ഥകളോടുള്ള പ്രതികരണം പരീക്ഷിക്കുന്നു. അത്ര ലളിതമായിട്ട് സംഭവിക്കുന്നത്. ആ പ്രതികരണം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് സുഖം മാത്രം, ചില ആൾക്കാർക്ക് പ്രയാസം മാത്രം, അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവാം, വളരെ റയർ ആയിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും സുഖവും ദുഃഖവും ഇടകലർത്തിയിട്ടാണ് ലഭിക്കുന്നത്. പല വിഷയങ്ങളിലായിരിക്കും അത്. അതായത് ഉദാഹരണത്തിന് പിന്നെ എനിക്ക് നല്ല സമ്പത്തുണ്ട്, പക്ഷെ എൻ്റെ കുടുംബജീവിതം ഭയങ്കര മോശമായിരിക്കും. എനിക്ക് കിട്ടിയ ഇണ അത്ര നന്നായിരിക്കില്ല, അല്ലെ എനിക്ക് നല്ല ഇണയുണ്ട് പക്ഷെ എനിക്ക് സമ്പത്തില്ല, എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഇല്ല. അങ്ങനെയുള്ള പല പല വിഷയങ്ങളിലായിരിക്കും. ചിലതിൽ നല്ല അവസ്ഥയായിരിക്കും, ചിലതിൽ മോശമായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്വകാര്യ ജീവിതം ഭയങ്കര പ്രശ്നമാണ്.
അപ്പം അവർക്ക് സമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹമുണ്ട്, അതിനോട് അവരങ്ങനെ പ്രതികരിക്കുന്നുള്ള ഒരു പരീക്ഷണമാണ്. പക്ഷേ അവരുടെ കുടുംബജീവിതം എന്നുള്ളത് തകർന്നു കിടക്കുകയാണ്, അതിനോട് അങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ സൂറത്തിൽ ബഖറയിൽ 2-ാം അധ്യായത്തിൽ 155-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? ഭയം തരും, വിശപ്പ് തരും, ആളുകൾ മരണപ്പെടും, വിഭവങ്ങൾ കുറയും, സമ്പത്ത് കുറയും. ഇതൊക്കെ ഒരു പരീക്ഷണമാണെന്ന് പറയുന്നു. സൂറത്ത് തക്കാസുറിൽ പറയുന്നു സുമ്മല തുസ്അലുന യൗമഇദിൻ അനിൻ നഈം. ഒരു ഭാഗത്ത് എന്ത് പറയുന്നു? നിങ്ങൾക്ക് ലഭിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്താണ്? പരീക്ഷണങ്ങളാണ്. നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ എങ്ങനെ വിജയിക്കുക, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സന്തോഷ വാർത്ത ലഭിക്കും. മറ്റൊരു വചനത്തിൽ പറയുന്നു നിങ്ങൾക്ക് ലഭിച്ച ഓരോ സുഖങ്ങളെ പറ്റിയിട്ടും ഓരോ നഈമുകളെ പറ്റിയിട്ടും ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? പടച്ചോൻ ചോദിക്കും, ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നു. കാര്യം കൂടി, ഏതായാലും ഈ ഒരു വചനം പറഞ്ഞതുകൊണ്ടേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു കാലത്തൊരിക്കൽ നബി സ്വല്ലല്ലാഹു വല്ലാതെ വിശന്നു, വീട്ടിലാകെ പട്ടിണിയാണ്, ഭയങ്കര ദാരിദ്ര്യമാണ്. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ഭക്ഷണം കിട്ടാൻ. നിങ്ങളൊന്ന് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച്, പട്ടിണി കാരണം ഭക്ഷണം കിട്ടാൻ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ അബൂബക്കറും ഇതേപോലെ നടക്കുകയാണ്, ഭക്ഷണമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടട്ടെ. അതേപോലെ ഉമർ റളിയല്ലാഹു ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പട്ടിണി കാരണം പ്രയാസപ്പെട്ട ഇവരെ കണ്ടപ്പോൾ ഒരു സഹാബി, വേറൊരു സഹാബി അദ്ദേഹത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് നല്ലൊരു ആടിനറുത്ത് അദ്ദേഹം അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ളൊരു സഹാബിയായിരുന്നു. അദ്ദേഹം ആടിനറുത്ത് ഇവരെ 3 ആളെയും സൽക്കരിച്ചു. അപ്പോൾ ആ സൽക്കരിച്ചു അവരുടെ മുന്നിൽ ഭക്ഷണം വിളമ്പിയ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇത് ഖുർആനിലെ ഈ വചനമാണ് സുമ്മല തുസ്അലുന യൗമഇദിൻ അനിൻ നഈം. അപ്പോൾ അവർക്ക് നൽകിയ സുഖാനുഗ്രഹങ്ങളെ പറ്റി അവർ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ അത്രയും പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ടൊരു സന്ദർഭത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി, ബാക്കിയുള്ള സഹാബികൾ കടന്നുപോയി. അവർക്ക് പെട്ടെന്നൊരു അനുഗ്രഹം കിട്ടി. ആ അനുഗ്രഹം രണ്ടിനും പരീക്ഷണമാണ്. ആ അനുഗ്രഹം കിട്ടിയപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർക്കാണ്, ഇതൊരു പരീക്ഷണമാണ്, ഈ അനുഗ്രഹത്തിന് നന്ദി പറയേണ്ടി വരും, അത് ചോദ്യം ചെയ്യും, തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ആ വചനത്തിൽ പറയുന്നത്. വേറൊരു സന്ദർഭം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, നമ്മൾ പറയാറുണ്ട് സഹാബികളിൽ ചിലർ മില്യണേഴ്സ് ആയിരുന്നു. അതിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങനെ ഒരു മില്യണർ, ഭയങ്കര സമ്പന്നനായിരുന്നു. പ്രത്യേകിച്ചും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദീനയിൽ കച്ചവടം നടത്തി അങ്ങനെ സമ്പന്നനായ ഒരു സഹാബിയാണ്. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ മരണശേഷം വേറെ പല സഹാബിമാരുടെയൊക്കെ മരണശേഷം അദ്ദേഹത്തിന് മുമ്പിൽ നല്ല സമ്പന്നനാണല്ലോ, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മുമ്പിൽ വിളമ്പിയപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കരയാണ്, ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ കരയാണ്. അപ്പോൾ ഒരു അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ സാധാരണ സന്തോഷിക്കില്ല ചെയ്യുക, പക്ഷെ അദ്ദേഹം കരയാണ്. അദ്ദേഹം കരഞ്ഞിട്ട് പറയുന്നത്, ഞാൻ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അവർക്ക് പട്ടിണി കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനെ പോലെ ഞാൻ കണ്ടിരുന്ന വേറൊരു സ്വഹാബിയായ മുസ്അബ് ഇബ്നു ഉമൈർ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തൊന്ന് മൃതദേഹം സംസ്കരിക്കാൻ പോലും നമുക്ക് ആ വസ്ത്രം തികഞ്ഞില്ല. അങ്ങനെ പ്രയാസപ്പെട്ടൊരവസ്ഥ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ മരണപ്പെട്ടു പോയ ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഈ ആദർശപരമായ സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഈ സഹോദരങ്ങളൊക്കെ അവരുടെ പ്രതിഫലമായിട്ട് അവർ പരലോകത്തേക്ക് പോയി, അവർ ഖബറിലാണ്, അവരൊക്കെ മരണപ്പെട്ടു. പക്ഷെ ഞാനിന്നും ജീവിക്കുന്നു, ഈ സുഖാനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുന്നു, ഞാൻ ഭയക്കുന്നു ഈ സുഖാനുഗ്രഹങ്ങളൊക്കെ എനിക്ക് പടച്ചോൻ ഈ ലോകത്ത് തന്നെ പ്രതിഫലം തരികയും പിന്നെ പരലോകത്ത് എനിക്കൊന്നും ബാക്കിയാകാത്തൊരവസ്ഥ വരികയും ചെയ്യും. അപ്പം അവിടെ അബ്ദുറഹ്മാൻ ഔഫ് അതൊരു പരീക്ഷണമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് അത് കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആ പ്രയാസം ഇങ്ങനെ ഓർത്തിട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ രണ്ട് കാര്യങ്ങളെയും രണ്ട് എക്സ്ട്രീമുകൾ ഉണ്ടാവും. ചിലപ്പം പാവപ്പെട്ട പട്ടിണി കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതേസമയം ഇതൊക്കെ നമ്മൾ വിചാരിക്കാത്തൊരു സമയം നമുക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷേ ഇത് രണ്ടും പരീക്ഷണമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ പരീക്ഷണം എന്ന് പറയുന്നതിനൊക്കെ കളിയാക്കുന്ന, അതിനെയൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഈ പരീക്ഷണം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലോകവീക്ഷണം, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമുക്കുള്ള പരീക്ഷണമാണ് എന്ന ഒരു ലോകവീക്ഷണം പഠിപ്പിക്കുന്നതിലൂടെ എങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. അതിനുള്ള ഉദാഹരണം ഇപ്പോൾ പറഞ്ഞ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് റസൂലിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ, അതായത് വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങിയിട്ട് അവസാനം ഒരു ഭക്ഷണം കിട്ടുമ്പോൾ അതിന് ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ, വിഭവസമൃദ്ധമായൊരു സദ്യ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ തരികയാണോ പടച്ചോൻ, എനിക്ക് പരലോകത്തൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ
ഈ ഒരു ലോകവീക്ഷണത്തിന് സാധിക്കും. അത്രയും ആളുകളോട് അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള, കരുണ കാണിക്കാൻ വിനയമുള്ള ഒരു ലോകത്തെ. ഇപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒന്നും ഞാൻ ഒരീതും മിങ്കും ജസാഅൻ വലാ ശുക്ര, നിങ്ങളുടെ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമേ ഉള്ളൂ. അത്രയും നിഷ്കളങ്കമായ നന്മകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ലഭിച്ച അവസരങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് ആശങ്കപ്പെടുന്ന, പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന, ലഭിച്ച അനുഗ്രഹങ്ങളെ മാക്സിമം നല്ല വഴിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് അവസാനമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇതിൽ റസൂലിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ചോദിച്ചാൽ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞങ്ങൾ അടുപ്പിച്ച് പിന്നെ വീട്ടിൽ പുക ഉയരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല, മാസങ്ങളോളം പുക ഉയരാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ റസൂലിൻ്റെ 2 കറുത്ത സാധനങ്ങൾ മാത്രം കഴിച്ചു റസൂലിൻ്റെ വീട്ടിലൊരു ദിവസം യെസ്. അപ്പോൾ അവിടെ റസൂലിൻ്റെ വീട്ടിലൊരു ദിവസം വരുമ്പോൾ ഒന്നും ഇല്ലായിട്ട് അവസാനം സുർക്ക, വിനാഗിരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ പറയുന്നുണ്ട് സുർക്ക നല്ല കൂട്ടാൻ, നല്ല അങ്ങനെ. അതേപോലെ മറ്റൊരു സാഹചര്യത്തിൽ ഐഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ വെളിച്ചല്ലാത്തതിനെ പറ്റി പറഞ്ഞ സമയത്ത് സ്വഹാബി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്നാൽ വിളക്ക് എത്തിച്ചുവിടാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐഷ റളിയല്ലാഹു അൻഹ മറുപടി വെച്ചാൽ, വിളക്കിലൊഴിക്കാൻ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങൾ വിശപ്പകറ്റിയേനെ എന്ന് പറയുന്നുണ്ട്. അത്രയും തീവ്രമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആ ഒരു കറിയില്ലാതെ സുർക്ക കഴിക്കേണ്ടി വരുമ്പോൾ സുർക്ക നല്ല കൂട്ടാൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ, അങ്ങനെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണാൻ, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നെ മനുഷ്യനെ എത്തിക്കുന്നു. ഇതേ റസൂല് തന്നെയാണ് രാത്രി അധിക നേരം നിസ്കരിച്ചിട്ട് റസൂലിൻ്റെ ആ ഒരു കാലിൽ നീര് കെട്ടുകയാണ്, നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടുമ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, മതിയിലെ റസൂലെ എന്ന്. ഒന്നും ഇല്ലല്ലോ, വേറെ അത്രയും ഒരുപാട് നിസ്കരിച്ചു കഴിഞ്ഞാലോ, നിസ്കരിക്കാതിരിക്കല്ല, നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, കാലിൽ നീര് കെട്ടിയതിന് പുറത്ത് കഴിഞ്ഞല്ലോ എന്ന്. അപ്പൊ ചോദിക്കുന്ന അഫലാക്കൂന അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹദീസ് ഉണ്ട്, പിന്നെ അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അവന് എന്ത് പ്രയാസം സംഭവിച്ചാലും അവൻ സ്വബറ, അവൻ ക്ഷമിക്കും, അത് അവന് ഹൈറാണ്. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും നന്മകൾ സംഭവിച്ചാൽ, എന്തെങ്കിലും പിന്നെ ഭൗതികമായ വിഭവങ്ങളോ അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടായാൽ അവൻ ശക്കറ, അവൻ എന്ത് ചെയ്യുന്നു, നന്ദി ചെയ്യുന്നു. എന്നുവെച്ചാൽ സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും അതിനുള്ള പ്രതികരണം വളരെ ബാലൻസ്ഡ് ആയിട്ട്, വളരെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഈ പരീക്ഷണം എന്ന് പറയുന്ന ഒരു ലോകവീക്ഷണത്തിലൂടെ, പരീക്ഷണമാണ് ലോകം എന്ന് പറയുന്ന ഒരു ജീവിത വീക്ഷണത്തിലൂടെ മനുഷ്യന് കിട്ടുകയാണ്. അതിനെക്കുറിച്ചാണ് ഹദീസിൽ അജബല്ലി അംരിൽ മുഅ്മിൻ, അത്ഭുതകരമാണ്. ഇപ്പം നമ്മളൊക്കെ നമുക്കൊക്കെ ഈമാനിൻ്റെ കുറവ് ഒബ്വിയസ്ലി ഉണ്ടാവും. നമ്മളൊക്കെ ഈ ചരിത്രങ്ങളിലൂടെ പോകുമ്പോൾ, ഈ ജീവിത വീക്ഷണം മനസ്സിലാക്കുമ്പോൾ, റസൂൽ ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, ഈ നിലക്ക് പട്ടിണി കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം ഭക്ഷണം കിട്ടുമ്പോൾ ഇത് ചോദിക്കപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദിവസവും ഒരു പ്രയാസവും ഇല്ലാതെ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ AC റൂമിലിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ മനസ്സിലടക്കം ഉണ്ടാകുന്ന ഒരു വിനയമുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ഒരു പരിവർത്തനമുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും ഈ സുഖസൗകര്യങ്ങളിൽ ഒരുപാട് എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രയാസം അനുഭവിക്കുന്നവരെ കാണാൻ മറക്കും. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു ദൈവവചനങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് തിരയാൻ നമ്മൾ ശ്രമിക്കും. പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഞാൻ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടോ, ഞാൻ ആരെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ, സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന ചിന്ത നാച്ചുറലി നമ്മൾ 4 പുറം സുഖസൗകര്യങ്ങൾ അതുകൊണ്ട് വരാതിരിക്കുന്ന ഒരു ചിന്ത സ്പെഷ്യലി ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പരീക്ഷണം എന്ന ജീവിതവീക്ഷണം നൽകാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ലോകവീക്ഷണം അല്ലാത്തൊരു ലോകവീക്ഷണം എന്ന് വിചാരിച്ചു ഇതൊക്കെ സുഖിക്കാനുള്ള ഒരു ലോകമാണ് എന്ന് കരുതുന്ന മാക്സിമം ആസ്വദിക്കാനുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു തിരിച്ചടി വന്നാൽ, ലൈഫിൽ പെട്ടെന്നൊരു ചലഞ്ച് വന്നാൽ, പെട്ടെന്നൊരു സാമ്പത്തിക നഷ്ടമൊക്കെ വന്നാൽ അവർ ആകെ ഡിപ്രസ്ഡ് ആവും. കാരണം അവർ ഈ ലോകത്തെ കാണുന്നത് അങ്ങനെ, ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ അല്ല, നമ്മൾ ആകെ പരാജയപ്പെട്ടു, എല്ലാം നശിച്ചു, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന രൂപത്തിൽ പിന്നെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന നമുക്ക് കാണാം. അവിടെയാണ് ഈ പരീക്ഷണം എന്ന ഈ ഒരു ലോകവീക്ഷണത്തിലൂടെ നമ്മൾ നോക്കിയാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. കാരണം ശരിക്കുള്ള ഈ ജീവിതം അത് തന്നെയാണ്, പരീക്ഷണമാണ്, അതല്ലാതെ വേറൊന്നുമല്ല. ചിലപ്പോൾ നഷ്ടങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ അതിനെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് കാണാൻ ഈ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ അജബല്ലി അംരിൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യും, ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ അവന്റെ ജീവിതത്തെ മുഴുവൻ ഇതിൽ വരെ ഈ വിമർശനത്തിനുള്ളിലുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള വേറൊരു ആംഗിൾ എന്ന് പറഞ്ഞതായിരിക്കും, ഇപ്പോൾ ചില ആൾക്കാർക്ക് സുഖമല്ലേ പരീക്ഷണം, എളുപ്പമുള്ള പരീക്ഷണമാണല്ലോ, ചില ആൾക്കാർക്ക് പ്രയാസമുള്ള പരീക്ഷണമാണല്ലോ. ഫലസ്തീനിലെ ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമുള്ള പരീക്ഷണമല്ലേ, നമുക്ക് കുറച്ച് സുഖമുള്ള പരീക്ഷണമല്ലേ.
അങ്ങനെയല്ല. അത് നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ വിചാരം ഗെയിം കളിക്കുക എന്നുള്ളതാണ്. നല്ല വഴി കിട്ടിയാൽ പെട്ടെന്ന് ടാർഗറ്റിലേക്ക് എത്താലോ, നല്ല പ്രയാസമുള്ള റോഡാണെങ്കിൽ കുറച്ച് ഡ്രൈവ് ചെയ്ത് റിസ്ക് ആയിട്ട് എത്തണമല്ലോ. ഇതെന്ന് പറഞ്ഞത് പടച്ചോൻ്റെ പരീക്ഷണമാണ്. ഇപ്പോൾ ഈ ലോകത്തെ പരീക്ഷയോട് പോലും മാർക്ക് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ താരതമ്യം ചെയ്യും. ഇപ്പോൾ ഈ ലോകത്ത് ഒരു എന്താ പറയുക, നല്ല രണ്ട് കുട്ടികളെ ഒരു അധ്യാപകൻ പരീക്ഷ നടത്തിയിട്ട് വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. ഒരു കുട്ടിക്ക് നല്ല എളുപ്പമുള്ള ചോദ്യപേപ്പർ കൊടുത്തു, ഒരു കുട്ടിക്ക് നല്ല ടഫായിട്ട് ചോദ്യപേപ്പർ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്നത് അനീതിയല്ലേ? രണ്ടുപേർക്കും ഒരേപോലെ മാർക്ക് ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ ചോദ്യപേപ്പറല്ലേ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ആണ് ഈ ആൾക്കാരും ചോദിക്കുന്നത്, എല്ലാവർക്കും ഒരേപോലത്തെ പരീക്ഷണമാണല്ലോ കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളൊരു നീതിബോധം ഉണരുകയാണ് അവിടെ. എന്താ കാരണം എന്താണ്? ഇവിടെ നീതി സംഭവിക്കുന്നില്ല. എളുപ്പവും ടഫ്നെസ്സും രണ്ടും രണ്ട് രീതിയിൽ കൊടുക്കുന്ന സമയത്ത് അവിടെ നീതി സംഭവിക്കുന്നത് അനീതി സംഭവിക്കുന്നുള്ളത്. എന്ന് വേറെ രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ മുന്നിലേക്ക് ഒരു അവസ്ഥ വരികയാണ്. ഇങ്ങനെ കൊടുത്തൊരു ചോദ്യപേപ്പർ കൊടുത്തതിന് ശേഷം ഈ അധ്യാപകൻ മാർക്ക് ഇടുമ്പോൾ എളുപ്പത്തിലുള്ള ചോദ്യപേപ്പറിന് ഇടുന്ന മാർക്ക്, അതിലെഴുതിയ ഒരു വലിയ ഉത്തരത്തിന് കൊടുക്കുന്ന മാർക്ക് ടഫായിട്ട് ചോദ്യപേപ്പറിന് എഴുതിയ ചെറിയൊരു ഉത്തരത്തിന് കൊടുക്കുമെങ്കിൽ നമുക്ക് ചെറിയൊരു നീതിബോധത്തിന് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഈവൻ ഇപ്പോൾ ബാസിൽക്കും മൂസിനാണ് പരീക്ഷ ഉള്ളത്. ബാസിൽക്ക് എളുപ്പമുള്ള ചോദ്യപേപ്പറാണ്, മൂസിൻ ടഫായുള്ള ചോദ്യപേപ്പറാണ്. മൂസിൻ എഴുതിയ ഒരു വാക്കിന് ബാസിൽക്ക് എഴുതിയ ഒരു പേജിൻ്റെ മാർക്ക് കൊടുക്കുമെങ്കിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഇവിടെ നീതി നടപ്പിലാകുന്നുണ്ടെന്നൊരു ആശ്വാസം ഉണ്ടാവും. ഇവിടെ വിലയിരുത്തുന്ന മാർക്ക് ഇടുന്ന ടീച്ചർ നല്ല നീതിബോധമുള്ള നല്ല കഴിവുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ആ തൃപ്തി കൂടും. ഇനി നമ്മൾ നേരെ പടച്ചോൻ്റെ വിഷയത്തിലേക്ക് കൊണ്ടുപോകുക. പടച്ചോൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത്തരത്തിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ കൊടുത്താൽ പോലും ആ കൊടുക്കുന്ന സാഹചര്യങ്ങളിലെ പ്രതികരണങ്ങളെ ഏതാണോ ആ പ്രതികരണങ്ങൾക്ക് കൊടുക്കേണ്ട വാല്യൂ, മൂല്യം, അത് അക്യുറേറ്റ് ആയിട്ട് കൊടുക്കാനും ആ തരത്തിൽ വിലയിരുത്താനും കഴിവുള്ളവനാണ് പടച്ചോൻ. ഒന്ന്, ഈ പടച്ചോൻ ഇവരെപ്പറ്റി വ്യക്തമായിട്ട് അറിയുന്നവനാണ്. ഇപ്പോൾ രണ്ടുപേർ ബാസിൽക്കിനെ മൂസിനെ എക്സാപ്റ്റ് ചെയ്താൽ ബാസിൽക്കൻ്റെ എല്ലാ നേച്ചറും ബാസിൽക്കനേക്ക് നന്നായിട്ട് അറിയുന്നതാണ് പടച്ചോൻ. മൂസിൻ്റെ എല്ലാ പ്രകൃതവും മൂസിനേക്ക് നന്നായിട്ട് അറിയുന്നതാണ് പടച്ചോൻ. ആർക്ക് ഏത് പരീക്ഷണമാണ് കൊടുക്കേണ്ടത് എന്ന വ്യക്തമായ ബോധ്യമുള്ളതാണ് പടച്ചോൻ. എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിവുള്ളതാണ് പടച്ചോൻ. ആ അറിവുള്ളവരാണ് കൊടുക്കുന്നത്. ഒന്ന്. രണ്ട്, നിങ്ങളിൽ നിന്ന് സാധ്യമായ പോസിബിളായ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റിയും വ്യക്തമായ അറിവിനാണ് പടച്ചോൻ. ആ പ്രതികരണങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്നും വ്യക്തമായിട്ട് അറിയുന്നവനാണ് പടച്ചോൻ. 2 പേർ 100 രൂപ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ആ 100 രൂപയ്ക്ക് പടച്ചോൻ കൊടുക്കുന്ന മാർക്ക് ഒരേപോലെ അല്ല. ഒരാളുടെ 100 രൂപ കൊടുക്കുന്ന വാല്യൂ അല്ല രണ്ടാമത്തെ ആളുടെ 100 രൂപ കൊടുക്കുന്നത്. അഥവാ ഇവിടെ നമ്മൾ ഈ ജഡ്ജ് ചെയ്യുന്ന മാർക്ക് ഇടുന്ന പടച്ചോനെ മനുഷ്യനെ പോലെ കാണുകയാണ്, നമ്മളെപ്പോലെ വിലയിരുത്താണ്. ഒരു ചോദ്യപേപ്പർ എളുപ്പം, ഒരു ചോദ്യപേപ്പർ ടഫ് ആണെങ്കിൽ ഇതെങ്ങനെ നീതിയോടെ വിലയിരുത്തും, മാർക്കിടും, അവിടെ ഫുൾ അനീതി വരില്ലേ എന്ന മനുഷ്യൻ്റെ അതേ പരിമിതി പടച്ചോന് കൊടുക്കുന്ന ഒരു പ്രശ്നം ഇവിടെ സംഗതി. കാരണം പടച്ചോനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഖുർആനിൽ വളരെ പ്രത്യേകം പറയുന്ന ഒരു വിശേഷണമുണ്ട്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. തീർച്ചയായും അല്ലാഹു അതിവേഗം കണക്ക് നോക്കുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പടച്ചോന് അതിവേഗം കണക്ക് നോക്കാൻ കഴിയും. കാരണം സർവജ്ഞനാണ്. നമ്മളുടെ ഇപ്പം എൻ്റെ വീക്ക്നെസ്സുകൾ അറിയാം, എൻ്റെ സ്ട്രെങ്ത്തുകൾ അറിയാം, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ അറിയാം, നിങ്ങളുടെ സ്ട്രെങ്ത്ത്, എങ്ങനെ എല്ലാവരുടെയും വീക്ക്നെസ്സുകളും സ്ട്രെങ്ത്തുകളും പഠിച്ചവനറിയാം. അതിനനുസരിച്ച് അതിനാപ്റ്റായ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക്. അതേപോലെ പഠിച്ചു ചോദിക്കുന്നുണ്ട്, അവൻ മതിയായവനല്ലേ? ഹസീബ, കണക്ക് നോക്കുന്നവനായിട്ട് അവൻ മതിയായവനല്ലേ? അല്ലെങ്കിൽ വക്കീല, വിധി നിർണ്ണയിക്കുന്നവനായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിലൊരു വിധി കൊടുക്കുന്നവനായിട്ടോ അവൻ മതിയായവനല്ലേ എന്ന് ചോദിക്കുന്നത് അവനാണ് അതിന് ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ളതാണ്. ആർക്ക് ഏത് വാല്യൂ ഏത് പ്രതികരണത്തിന് കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവനാണ് പടച്ചോൻ. ആ പടച്ചോനാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ വേറെ ചില ആൾക്കാരെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പ്രയാസം അനുഭവിച്ച ആൾക്കാർ പരീക്ഷണത്തിൽ വിജയിച്ച് സ്വർഗ്ഗത്തിലേക്ക് എത്തി. ഈ ലോകത്ത് സുഖം അനുഭവിച്ച ആൾക്കാരും എന്താ പറയുക പരീക്ഷണത്തിൽ വിജയിച്ച് സ്വർഗ്ഗത്തിലേക്ക് എത്തി. 2 പേർ സ്വർഗ്ഗത്തിലേക്ക് എത്തി. പക്ഷേ ഒരാൾ പ്രയാസം അനുഭവിച്ച സ്വർഗ്ഗത്തിലേക്ക് എത്തിയത്, ഒരാൾ സുഖം അനുഭവിച്ച സ്വർഗ്ഗത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് രണ്ടും അനീതിയല്ലേ എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കണം, പ്രയാസമാണെങ്കിലും സുഖമാണെങ്കിലും പരീക്ഷണത്തിൽ വിജയിക്കുക എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ 2 പേരും ഈ ലോകത്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, 2 പേരും സമാധാനം അനുഭവിച്ചിട്ടുണ്ടാവും. പ്രയാസമുള്ള ഒരാൾ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് അയാൾ മാറുമ്പോൾ അയാൾക്കൊരു സമാധാനത്തിന് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു പരീക്ഷണമാണ് ഈ ജീവിതമെന്ന് ബോധ്യമുള്ളൊരു മനുഷ്യനും പരീക്ഷണമൊന്നും അല്ല, ജനനമരണത്തിനടക്കുന്നത് അവസാനിക്കും എന്ന് വിചാരിക്കുന്ന മറ്റൊരു മനുഷ്യനും ഒരേപോലെ പട്ടിണി അനുഭവിക്കുന്നെങ്കിൽ ഈ പട്ടിണി 2 പേരുടെയും മനസ്സിലുണ്ടാക്കുന്ന പ്രതികരണം വ്യത്യാസമാണ്. ഒന്നത്. അതേപോലെ തന്നെ സുഖം അനുഭവിക്കുന്ന ഒരാൾ, 2 പേർ സുഖം അനുഭവിക്കുന്ന ഒരുപാട് സുഖങ്ങൾ 2 പേര്, ആ 2 പേരിൽ ഒരാൾ ഇത് പരീക്ഷണമാണെന്ന് വിചാരിക്കുന്നു, മറ്റൊരാൾ ഇത് പരീക്ഷണമല്ല എന്ന് വിചാരിക്കുന്നു. ഇതിൽ പരീക്ഷണമാണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ സുഖത്തിൻ്റെ അളവ് കുറച്ച് കുറയും. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അയാൾ ഇതിനെ സമാധാനത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സുഖത്തിൻ്റെ അനുഭവത്തിൽ കുറച്ച് കുറവ് വരുത്തി അത് വേറൊരാൾക്ക് കൊടുത്ത് മിതത്വം പാലിച്ച അതിനും സെറ്റ് ചെയ്യും. അഥവാ ഈ 2 പേരും ഈ ലോകത്ത് അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ അളവ് ഒരു
കമ്പാരിറ്റീവ്ലി സിമിലർ ആയിരിക്കും. സുഖത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. സമാധാനത്തിൻ്റെ അളവ് ഒരേപോലെ ആണെങ്കിലും സുഖത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഈ സുഖത്തിൻ്റെ അളവ് വ്യത്യാസമാണെന്ന് തന്നെ വിചാരിക്കാം. ഈ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരലോകം എന്ന് പറഞ്ഞാൽ വലിയ ലോകമാണ്. നമ്മൾ ആ പ്രോഗ്രാമിൽ തന്നെ ആ ഹദീസ് 1-2 തവണ ഉദ്ധരിക്കുന്നുണ്ട്. സ്വർഗ്ഗത്തിലോ നരകത്തിലോ ഒന്ന് സ്പർശിച്ചാൽ തന്നെ ഈ ലോകത്ത് അനുഭവിച്ച സുഖങ്ങളും ദുഃഖങ്ങളും മറന്നു പോകും വിധമുള്ള നെഗ്ലിജിബിൾ ലോകമാണ് ഈ ലോകം. അങ്ങനെ ലോകം കഴിഞ്ഞുപോയി. സ്വർഗത്തിലെത്തിയ ഈ ലോകത്ത് അനുഭവിച്ച പ്രയാസമേ ഓർമ്മല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് അനുഭവിച്ച സുഖമേ ഓർമ്മല്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പിന്നെ മുമ്പ് അനുഭവിച്ച സുഖത്തിനും ദുഃഖത്തിനും പറ്റിയിട്ട് ആവലാതിപ്പെടുന്നതിലും വേവലപ്പെടുന്നതിലും അർത്ഥമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു നേരത്തെ പറഞ്ഞ കമൻറ്റുകളിൽ ബാക്കിയുള്ളത് എല്ലാം അറിയുന്ന പടച്ചവന് പരീക്ഷിച്ചിട്ട് വേണോ ഇതൊക്കെ അറിയാം എന്നുള്ള ഒരു ചോദ്യമാണ് പിന്നെ കുറച്ച് കമൻറ്റുകളിൽ വന്നിട്ടുള്ളത്. ഇവിടെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പടച്ചോന് ഇതൊക്കെ മുമ്പേ അറിയാം. പടച്ചോന് ഫ്യൂച്ചർ ആദ്യം അറിയാം. അതേപോലെ പാസ്റ്റ് പ്രസൻറ്റ് എല്ലാം ഒരുപോലെയാണ് പടച്ചോൻ്റെ ഒരു ജ്ഞാന ഇത് നോക്കുമ്പോൾ. എന്നാൽ നമ്മളെ പടച്ചോൻ ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നീ സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടാൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചോദിക്കും ഇതെന്ത് അനീതിയാണ്, ഞങ്ങളിതും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചെയ്താൽ മാത്രമേ പടച്ചവൻ എന്ത് ചെയ്യും, അത് നീതിയോട് കൂടി നിങ്ങൾ ഇന്നത് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിലിട്ടത്, നിങ്ങൾ ഇതൊക്കെ ത്യാഗങ്ങൾ സഹിച്ചത് കൊണ്ടാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് അയച്ചത് എന്ന് പറയുന്നൊരു ന്യായം വേണം. അതേപോലെ തന്നെ മനുഷ്യന്മാരോട് അള്ളാഹു ഒട്ടും അനീതി കാണിക്കുന്നവനല്ല എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഞാൻ ദാസന്മാരോട് അക്രമം പ്രവർത്തിക്കുന്നവനേ അല്ല. ചില സന്ദർഭങ്ങൾ കാണാം ഒരു അണുമണി തൂക്കം പോലും ഒരുപാട് പ്രയോഗങ്ങളുള്ളത് കാണുന്നത്. അപ്പോൾ ഞാനൊരു അണുമണി തൂക്കം പോലും അനീതി കാണിക്കുന്നില്ല. അപ്പോൾ അനീതി ഇത് ഇപ്പോൾ നമ്മൾ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ശിക്ഷിച്ചാൽ അയാൾ തെറ്റ് ചെയ്യണില്ല. ഒരാൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളെന്ന് വിചാരിച്ചോ, അയാൾ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ സ്വഭാവം ഉണ്ട്, ആ ടെൻഡൻസി ഉണ്ട് നമുക്ക് തോന്നുമ്പോഴേക്കും അയാളെ പിടിച്ച് ജയിലിലിടുകയും അയാളെ പിടിച്ച് തൂക്കിയേറ്റുകയും ചെയ്താൽ അത് അനീതിയല്ലേ. അപ്പോൾ അയാളത് ചെയ്താൽ അപ്പോൾ അതിന് ശിക്ഷ കൊടുക്കാം. ഇതാണ് അള്ളാഹു ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ പടച്ചോനെ ആക്ച്വലി നീതി പോലും നടപ്പിലാക്കൽ പടച്ചോന്റെ മേൽ അനിവാര്യമൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ സ്രഷ്ടാവാണ് പടച്ചോൻ. ഇപ്പോൾ ഒരു അടിമ ഉടമ അല്ലെങ്കിൽ സ്രഷ്ടാവ് സൃഷ്ടി ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന പോലെ രാജാവും പ്രജയും പോലെയല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് ജനാധിപത്യ ഭരണകൂടത്തിലെ ഭരണാധികാരിയും മറ്റു ജനങ്ങളും പോലെയുള്ള ബന്ധമല്ല. ഈ ബന്ധങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്പരം കടപ്പാടുകളുണ്ട്, ഡ്യൂട്ടികളുണ്ട്, അതേപോലെ തന്നെ അവകാശങ്ങളുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ സൃഷ്ടാവ് സൃഷ്ടി ബന്ധത്തിൽ അടിമ ബന്ധത്തിൽ നമുക്ക് പടച്ചവനോട് ചോദിക്കാൻ പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. പടച്ചവൻ നിശ്ചയിച്ചതാണ് നമ്മുടെ സംവിധാനം, നമ്മുടെ രീതി. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ രീതിയാണ് നമ്മളെ നോർമൽ ബേസിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പടച്ചവന് വേണമെങ്കിൽ നമ്മളോട് നീതി പോലും കാണിക്കാത്തതും ഇപ്പോൾ പടച്ചവൻ നമ്മളെല്ലാവരും പോയി സ്വർഗത്തിലേക്ക് ഇട്ടുണ്ടായിരുന്നു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ പടച്ചവന് വേണമെങ്കിൽ എല്ലാവരും കൊണ്ടുപോയി നരകത്തിലേക്ക് ഇടായിരുന്നു, ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവൻ നന്മ ചെയ്യോ തിന്മ ചെയ്യോ എന്നതിനനുസരിച്ച് അവൻ്റെ അറിവിനനുസരിച്ച് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ നരകത്തിലും സ്വർഗത്തിലും ഒക്കെ ഭാഗിക്കാം, ഒക്കെ ചെയ്യാം. പടച്ചവനൊക്കെ പോസിബിളാണ്. അത് പടച്ചവനോട് ചോദിക്കാനൊരു അവകാശമോ റൈറ്റോ നമുക്കില്ല. പക്ഷെ പടച്ചവൻ്റെ ഔദാര്യമായിട്ട് പടച്ചവൻ നൽകിയതാണ് നേരത്തെ പറഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ പടച്ചവൻ നമ്മളോട് നീതി കാണിക്കുന്നവനാണെന്നുള്ളത്. അതവൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പടച്ചവന്റെ വിഷയത്തിൽ പടച്ചവനെ നിർബന്ധിക്കാൻ ആരുമില്ല, ഇല്ല. എന്നിട്ട് പോലും പടച്ചവന് ഔദാര്യം കാണിക്കുന്നു, കരുണ കാണിക്കുന്നു. എന്നാൽ അതേസമയം നമ്മൾ ഭൂമിയിലെ ചില ഭരണാധികാരികളൊക്കെ നോക്കും, ഡിക്റ്റേറ്റേഴ്സിനൊക്കെ നോക്കും, അവരെ വേണമെങ്കിൽ ആളുകൾക്ക് കൊല്ലാൻ പറ്റും. പല ഡിക്റ്റേറ്റേഴ്സിനെ ആളുകൾ തല്ലി കൊന്നിട്ടുണ്ട്, പല രൂപത്തിൽ ഗില്ലറ്റിൽ കൊന്നിട്ടുണ്ട്, അങ്ങനെ പല രൂപത്തിൽ കൊന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവർ പലപ്പോഴും അനീതി കാണിക്കുകയും ചെയ്യും, അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യും. പക്ഷെ പടച്ചവൻ അങ്ങനെ ചെയ്തില്ല. സകല അധികാരങ്ങൾ ഉണ്ടായിട്ടും പടച്ചവൻ എന്ത് ചെയ്യുന്നില്ല, അണുമണി തൂക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരുമില്ല. പടച്ചവൻ എന്തെങ്കിലും ഒരു അനീതി അനീതി കാണിക്കുമെന്ന് സങ്കല്പിച്ചാൽ പോലും അതിനെ ചോദ്യം ചെയ്യാനോ പടച്ചവനെ നിർബന്ധിക്കാനോ അക്കൗണ്ടബിൾ ആക്കാനോ ആരുമില്ല. അവൻ ഇന്ന നിയമങ്ങൾ പാലിക്കണമെന്ന് അവനോട് പറയാനോ അവന്റെ മേൽ നിയമങ്ങൾ സ്ഥാപിക്കാനോ ഒന്നും ആരില്ല എന്നാണ്. എന്നിട്ടും പടച്ച ഔദാര്യമായിട്ട് എന്ത് ചെയ്യുന്നു, നീതി പാലിക്കുന്നു പറയുന്നു. അങ്ങനെ അവൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അവനിൽ നീതി പ്രതീക്ഷിക്കാം, നീതി അവനിൽ ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ആ നീതി എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇതെന്തുകൊണ്ട് ലംഘിക്കപ്പെടുന്നു എന്ന് ചോദിക്കാം. ഈ ഒരു പടച്ച തമ്പുരാൻ അവൻ നീതി എല്ലായിടത്തും നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കെ ഈ ലോകത്ത് മനുഷ്യന് ജീവിതം നൽകലാണോ, പരീക്ഷണവും ജീവിതമൊക്കെ നൽകലാണോ, അങ്ങനെ നൽകിയിട്ട് അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് കൊണ്ടുപോയിടലാണോ, അതോ ഇതൊന്നുമില്ല നേരിട്ട് കൊണ്ടുപോയി സ്വർഗത്തിലേക്കും നരകത്തിലേക്ക് കൊണ്ടുപോയിടലാണോ ഏറ്റവും കൂടുതൽ നീതിയോട് ചേർന്ന് നിൽക്കുന്നത്?
എല്ലാവർക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ അനീതി ഉണ്ടാവോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു പേടിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനൊരു ഉറപ്പ് കിട്ടാത്തത്. ഇവിടെ പറഞ്ഞതുപോലെ പടച്ചവൻ്റെ ഒരു വാഗ്ദാനമാണ് ഒരു അണുമണി തൂക്കം അനീതി ചെയ്യൂല എന്നുള്ളതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ ആ നരകത്തിൽ പോകാൻ ഞാൻ പൂർണ്ണമായും അർഹനാണ് എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് നരകത്തിലേക്ക് പോകുന്നത്. വല്ലാത്തൊരു സംസ്ഥാപനാണ്. യെസ്. അപ്പോൾ വെച്ചാൽ ഞാൻ നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ബോധ്യപ്പെട്ടു ഞാൻ നരകത്തിൽ പോകേണ്ടവനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അത് വേറെ എവിടെയുണ്ട്? ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ശിക്ഷകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ശിക്ഷകൾ പിന്നെ കൂടിയതിൻ്റെ പേരിലും അല്ലെങ്കിൽ അത് അനീതിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കരയുന്ന, അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന, അതിൻ്റെ പേരിൽ വളരെയധികം പ്രതിസന്ധിയിലാകുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണും. അറിയാത്ത അവസ്ഥ. നീതിന്യായ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. അവിടെ ശരിക്കും പടച്ചോൻ നരകാവകാശികളുടെ സംസാരം പറയുന്നിടത്ത് ഒരിടത്ത് പോലും പടച്ചോനെ ഞാൻ ഈ നരകത്തിന് അർഹനല്ലല്ലോ, ഒരുപാട് വാക്കുകൾ അവർ പറയുന്നുണ്ട്, ഒരു അവസരം കൂടി തരണം, അബദ്ധം പറ്റിപ്പോയതാണ്, വീണ്ടും അയക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിടത്ത് പോലും ഞാൻ അതിന് അർഹനല്ലല്ലോ, എന്തിനാണ് നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടത് എന്ന് പറയുന്നില്ല. മാലിഹാദ കിതാബ് എന്തൊരു ഗ്രന്ഥമാണ്, ഞാൻ ചെയ്തൊക്കെ ഇതിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞൊക്കെ ഇതിലുണ്ടല്ലോ, അതുകൊണ്ടാണല്ലേ നരകത്തിലേക്ക് ചെയ്യാത്തതില്ലല്ലോ, അല്ല ചെയ്യാത്തതുണ്ടല്ലോ, അല്ലെങ്കിൽ അനീതിയാണല്ലോ എന്നല്ല പറയുന്നില്ല. മാലിഹാദൽ കിതാബ് വിട്ടുപോയിട്ടില്ലല്ലോ. അതും നീതിയുടെ അക്യുറസിനെയാണ് അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ പഠിച്ച എടുത്തു പറയുന്നുണ്ട്, നീതിയുടെ പൂർണ്ണതയാണെന്നുള്ളത് പഠിച്ച എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൈറിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നത്? ഫഅ്തറഫു ബിദംബിഹിം, നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ നിങ്ങളെ സമ്മതിച്ചു നിങ്ങൾ ചെയ്ത തെറ്റ്. അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീതിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഥവാ നീതി പടച്ചോന്ന് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ പീക്കിലുണ്ടാവുന്നു. ശിക്ഷ അനുഭവിക്കുന്ന ആൾ ഞാൻ ശിക്ഷക്ക് അർഹനാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടു പോകുന്ന വേറെ ഏത് നീതിയുടെ ലോകം നമുക്ക് കാണാൻ കഴിയാം? അത്രയും മനോഹരമായിട്ടുള്ള നീതിയുടെ സംസ്ഥാപനമാണ് അവിടെ നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവേണ്ട കാര്യം എന്താ വെച്ചാൽ പടച്ചോൻ നീതി നടപ്പിലാക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ആ നീതിയിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വകുപ്പുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ കൺസേൺഡ് ആവുന്ന കാര്യമുള്ളൂ. കാരണം നീതി നമുക്ക് അളക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓക്കെ, നമ്മുടെ കയ്യിൽ അതിന് അളവുകോലുകൾ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അത് പടച്ചോൻ ഈ പറഞ്ഞ കാര്യം നീതിയാണോ അല്ലേ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തത് അല്ലെങ്കിൽ ഇന്ന ശിക്ഷ ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ വല്ല അളവുകോലുകൾ ഉണ്ടെങ്കിൽ ഓക്കെ. നമ്മുടെ കയ്യിൽ ആ അളവുകോലില്ല. അളവുകോലില്ലാതെ നമ്മളിങ്ങനെ കുറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ആ അളവുകോലുകളൊന്നും ഇല്ലാതെ തന്നെ പടച്ചോൻ നമുക്ക് വാഗ്ദാനം തരുന്നു, പൂർണ്ണമായ നീതി, ഒരാൾക്കും ഒരു പരാതിയില്ലാത്ത രൂപത്തിലുള്ള നീതി നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തരികയും ചെയ്യുന്നു. അവിടെ നമ്മൾ നോക്കേണ്ടത് പിന്നെ ഈ നരകത്തിലേക്ക് പിന്നെ പറഞ്ഞയക്കുന്ന ആളുകളോട് അവിടെയുള്ള മലക്കുകൾ ചോദിക്കും, അലം എത്തിക്കും നദീർ, നിങ്ങൾക്ക് പിന്നെ താക്കീതുകാർ വന്നിട്ടില്ല? അപ്പോൾ ആളുകൾ പറയുന്നത് കാലുബല, തീർച്ചയായും വന്നിട്ടുണ്ട്. കളവാക്കിയതാണ്, ഞങ്ങൾ ഇതൊന്നും പടച്ചോണ്ടെടുത്തുള്ളതൊന്നും അല്ല, നിങ്ങൾ വെറുതെ പടായി പറയാണ് എന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്ത് പോലായിരുന്നു. അപ്പോൾ ഓൽക്കറിയാം ഞങ്ങൾ കേൾക്കാത്തത് കൊണ്ട്, ഞങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ട്, ഞങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ തെറ്റുകൊണ്ടാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്, നരകത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എല്ലാവർക്കും പടച്ചവന് സ്വർഗം കൊടുത്തിട്ടായിരുന്നു എന്നുള്ളത്. പടച്ചവനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നീതിയാണെന്ന് പറഞ്ഞല്ലോ. ആ നീതിയുടെ ആസ്പെക്റ്റിൽ നോക്കിയാൽ എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നതാണോ അതോ അർഹിക്കുന്നവർക്ക് മാത്രം സ്വർഗം കൊടുക്കുന്നതാണോ? ഇതിലേത് ഏറ്റവും കൂടുതൽ നീതി? ഇപ്പോൾ ഒരു സമ്മാനം, ആ സമ്മാനം എല്ലാവർക്കും കൊടുക്കുന്നതാണോ അതോ അർഹിക്കുന്നവർക്ക് മാത്രം സമ്മാനം കൊടുക്കുന്നതാണോ നീതി? അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നവനാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പടച്ചവനാണ് സ്വർഗത്തിൽ സൃഷ്ടിച്ചവൻ, പടച്ചവനാണ് ആ സ്വർഗത്തിൻ്റെ സംവിധാനം എങ്ങനെയാണ്, അതിലേക്ക് ആരാണ് പ്രവേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ട പടച്ചവനാണ്. അവൻ പറയുന്നതാണ് അതിൻ്റെ സംവിധാനം, അവൻ പറയുന്നവരാണ് അവിടേക്ക് പ്രവേശിക്കേണ്ടത്. ഒരു കാര്യം അത്. രണ്ടെന്ന് പറഞ്ഞാൽ പടച്ചവനിൽ നിന്ന് നീതി ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് നീതിയുടെ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോഴും എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നതിനേക്കാൾ അർഹിക്കുന്നവർക്ക് സ്വർഗം കൊടുക്കുന്നതാണ് എന്ത് നീതിയുടെ ഏറ്റവും പരമമായിട്ട് രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഈ ലോകത്ത് ഇപ്പോൾ പല തിന്മകളും ചെയ്തവരുണ്ടാവും, കൊന്നവരുണ്ടാവും. അപ്പൊ ഇവർക്കും സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ അനീതിയാണ്. ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചവർ എന്തിനാ സഹിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ നീതി വേണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഒരു വാദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വളരെ പെരിഫറലായിട്ട് വർത്താനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദിയായിട്ടുള്ള നെതന്യാഹു, അദ്ദേഹം പിന്നീട് ഇനിയുള്ള ജീവിതത്തിൽ എന്താവുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളെ കൊല്ലുന്നവനായിക്കൊണ്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ കേൾക്കുന്ന രൂപത്തിലുള്ള ഒരു ഹിറ്റ്ലർ ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത, ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തൊരു ഹിറ്റ്ലർ, ആ
നെതന്യാഹുവിനു സ്വർഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതേ ആളുകൾ തന്നെ അതെന്ത് സ്വർഗ്ഗമാണ്, അതെങ്ങനെ ശരിയാവാന്ന് ചോദിച്ചിട്ട് അവരെന്നെ വരും. അത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നീതി പൂർണ്ണമായി നടപ്പിലാക്കുന്നുള്ളത് പടച്ചോൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പടച്ചോൻ നടപ്പിലാക്കും. അതിൽ പൂർണ്ണമായ നമുക്ക് ഉറപ്പുണ്ട്. ആ നീതി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സ്വർഗാവകാശികളാകുമോ അല്ലെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടാത്തവരിൽ പെടുമോ എന്നുള്ള വിഷയത്തിൽ അഥവാ സിമ്പിൾ ലളിതമായിട്ട് പറഞ്ഞാൽ എല്ലാം അറിയുന്നവരാണ് പടച്ചോൻ. ആരൊക്കെ സ്വർഗ്ഗത്തിലേക്കും ആരൊക്കെ നരകത്തിലേക്കും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പോകുന്ന വ്യക്തമായിട്ട് അറിയുന്നതാണ് പടച്ചോൻ. ഒന്ന്, അവൻ്റെ അറിവല്ല നമ്മുടെ പ്രവർത്തനത്തിന് കാരണം, നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ വിഷയം എന്ത് ചെയ്യാം, അവൻ സമയത്തിന് അതീതനായതുകൊണ്ടും സമയം അവനെ ബാധിക്കില്ല എന്നുള്ളത് കൊണ്ടും അവനറിയാം, അവന് ആ ഇൽമുണ്ട്. പക്ഷെ നമ്മളിലാണ് നന്മയെ തിരഞ്ഞെടുക്കുന്നവൻ, തിന്മയെ തിരഞ്ഞെടുക്കുന്നവൻ. നമ്മുടെ മുന്നിലേക്ക് അവൻ ഇന്ന ഹദീനാഹു സബീൽ, അവൻ വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇമ്മ ശക്രമോ ഇമ്മ ഗഫൂർ, അവൻ എന്ത് ചെയ്യാം, നന്ദി കാണിക്കാം അല്ലെങ്കിൽ കുഫ്ർ ചെയ്യാം, നിഷേധിക്കാം. നമ്മളാണ് ചെയ്യുന്നത് പടച്ചോൻ പറയുന്നത്. നമുക്ക് പടച്ചോൻ വഴി കാണിച്ചിരുന്നതിക്കാണ് നമ്മളാണ് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്ന ആളുകൾ. അങ്ങനെ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്ന് പടച്ചോൻ അറിയാം. അത് അറിഞ്ഞിട്ടും പടച്ചോൻ ഈ ജീവിതം നൽകിയതും പരീക്ഷണം നൽകിയതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഡെസ്റ്റിനി, നമ്മൾ അവസാനം പോയി എത്തുന്നത് സ്വർഗ്ഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും അതെന്തിനാണ്, ഞാനത് അർഹനാണോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ശിക്ഷ കിട്ടുന്ന ആളുകൾക്ക്, നരകം ലഭിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ഇതിൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റായിട്ട് കിടക്കുന്ന വേറൊരു കാര്യം വെച്ചാൽ ഈ ജീവിതം ഒഴിവാക്കിക്കൊള്ളണം, പരീക്ഷണം ഇല്ലാതാക്കിക്കൊള്ളണം, ആ ഒരു വാശി കൂടി ഇതിൽ കാണും. ഇപ്പോൾ പരീക്ഷണം ഒഴിവാക്കിക്കൂടായിരുന്നില്ലേ, ജീവിതം ഒഴിവാക്കിക്കൂടായിരുന്നില്ലേ, ഓക്കെ അങ്ങനെ ഒഴിവാക്കി എന്താ ഗുണം? അങ്ങനെ ഗുണമൊന്നുമില്ല, എന്നാലും ഒഴിവാക്കിക്കൂടായിരുന്നില്ലേ. അപ്പോൾ ഈ ആളുകളുടെ വിചാരം, അല്ലെങ്കിൽ ഈ ആളുകൾ ഉള്ളിലൂടെ ചോദിക്കുന്നത്, പരീക്ഷണം ഒഴിവാക്കുമ്പോൾ, ഈ ലോകത്തെ ജീവിതം ഒഴിവാക്കുമ്പോൾ നേരെ സ്വർഗ്ഗത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോയിടുമ്പോൾ എന്തോ സ്പെഷ്യൽ ഗുണം ഉണ്ടെന്നാണ്. എന്ത് ഗുണമാണ് കൂടെ കിട്ടുന്നത്? അല്ലെങ്കിൽ അങ്ങനൊരു എന്തിനാണ് ചോദിക്കുന്നതെന്ന് അറിയാത്തൊരു പിടിവാശി കൂടെ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. പരീക്ഷണം ഉണ്ടായ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഈ ജീവിതം ഉണ്ടായ എന്താ പ്രശ്നം? അല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് ഒഴിവായ എന്താ ഗുണം? അങ്ങനെ ഒഴിവായതുകൊണ്ട് ഗുണമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം, അത് ഒഴിവായിക്കൂടായിരുന്നില്ലേ, ജീവിതം ഒഴിവായിക്കൂടായിരുന്നില്ലേ എന്ന ബാലിശമായ ഒരു ചോദ്യം കൂടെ അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ലോകവീക്ഷണത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പരിപൂർണതയിൽ മനസ്സിലാക്കുക, അതിനെ എങ്ങനെ വിശദീകരിച്ചു എന്നുള്ളതിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ ആവർത്തിച്ച് വന്ന കുറച്ച് കമൻറ്റുകളാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും റിയാക്ഷൻസും അതുപോലെയുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ചർച്ചകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.